ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ വീടിന് നേരെ രണ്ടാമത്തെ പ്രാവശ്യവും അറ്റാക്ക് ഉണ്ടായിരിക്കുകയാണ്. ഹിസ്ബുള്ള നടത്തിയ റോക്കറ്റ് ആക്രമണത്തിൽ ഒരു ജവാന് പരിക്ക് പറ്റിയതായിട്ട് വിവരങ്ങൾ വരുന്നുണ്ട്. എന്നാൽ ഇത് ഇസ്രയേൽ പറയുന്നൊരു ഭാഷ്യമാണ്. യഥാർത്ഥത്തിൽ അവിടെ എത്ര നാശനഷ്ടങ്ങൾ വന്നിട്ടുണ്ട് എന്ന രീതിയിലുള്ള കണക്ക് ഒരിക്കലും നമുക്ക് അറിയാൻ സാധിക്കുകയില്ല. കാരണം അത് ഇസ്രയേൽ പുറത്തുവിടുന്നത് മാത്രമേ നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. വളരെ വലിയൊരു സുരക്ഷാ വീഴ്ച തന്നെയാണ് ഇസ്രയേലിൻ്റെ ഭാഗത്ത് നിന്നിപ്പോൾ ഉണ്ടായിരിക്കുന്നത്. കാരണം ഇസ്രയേലിൻ്റെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട അവരുടെ പ്രൈം മിനിസ്റ്ററുടെ വീടിന് നേരെയാണ്, അതും ഒന്നാമത്തെ പ്രാവശ്യമല്ല, ഇത് രണ്ടാമത്തെ പ്രാവശ്യമാണ് അറ്റാക്ക് ഉണ്ടായിരിക്കുന്നത്. നെഹരിയയിലുള്ള ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ വീടിന് നേരെയാണ് ഈ രണ്ട് ആക്രമണവും ഉണ്ടായിരിക്കുന്നത്. ഇതിനു മുമ്പ്, അതായത് ഹമാസ് ലീഡറായിട്ടുള്ള യഹ്യ സിൻവാറിൻ്റെ മരണത്തിന് ശേഷം അതിനുള്ള പ്രതികാരം എന്ന രീതിയിൽ ഒക്ടോബർ 19 ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ ഇതേ വീടിന് നേരെ ഡ്രോൺ അറ്റാക്ക് ഉണ്ടായിരുന്നു. എന്നാൽ ഈ രണ്ട് ആക്രമണത്തിൽ, ഇപ്പോൾ നടന്നതും ഒക്ടോബർ 19 നടന്ന ആക്രമണത്തിലും നെതന്യാഹുവോ അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളോ ഒന്നും തന്നെ വീട്ടിൽ ഉണ്ടായിരുന്നില്ല. അതീവ സുരക്ഷാ മേഖലകളിൽ പോലും ഡ്രോണുകളും മിസൈലുകളും എല്ലാം നിഷ്പ്രയാസം കടന്നുകൂടുകയും ആക്രമണം നടത്തുകയും ചെയ്യുന്ന കാഴ്ചയാണ് ഇപ്പോൾ ഇസ്രയേലിൽ നിന്ന് കാണാൻ സാധിക്കുന്നത്. സുരക്ഷാ കാര്യത്തിൽ ആധുനിക പ്രതിരോധ സംവിധാനങ്ങളുടെ തകർച്ചയാണ് ഇത് കാണിക്കുന്നത്. മറ്റൊരു വാർത്ത വരുന്നത് ബെയ്റൂട്ടിൽ നിന്നാണ്. ബെയ്റൂട്ടിൽ ഇസ്രയേൽ നടത്തിയ ഒരു ആക്രമണത്തിൽ ഹിസ്ബുള്ളയുടെ മീഡിയ ചീഫായിട്ടുള്ള മുഹമ്മദ് അഫീഫ് എന്ന് പറയുന്ന വ്യക്തി മരണപ്പെട്ടിട്ടുണ്ട്. വളരെയധികം ജനസാന്ദ്രതയേറിയിട്ടുള്ള ഒരു കെട്ടിടത്തിലാണ് ഇസ്രയേൽ ആക്രമണം നടത്തിയത്. എന്നാൽ ഹിസ്ബുള്ള ഈ വാർത്തയെ സ്ഥിരീകരിച്ചിട്ടില്ല. ഇനി നമുക്ക് ഗസയിൽ എന്താണ് നടക്കുന്നതെന്ന് നോക്കാം. തീർച്ചയായിട്ടും വളരെയധികം ദുസ്സഹമായൊരു സാഹചര്യത്തിലൂടെയാണ് ഗസയിലുള്ള നിവാസികൾ ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇത്ര വലിയൊരു വിപരീത സാഹചര്യത്തിൽ പോലും അവർ ഗസ വിട്ട് പോകാനായിട്ട് തയ്യാറല്ല. അത് അവരുടെ മണ്ണാണ്, അവിടെ അവർ തന്നെ താമസിക്കുമെന്ന രീതിയിൽ തന്നെ, അതായത് ഇസ്രയേൽ നടത്തിയിട്ടുള്ള എയർ സ്ട്രൈക്കിൽ തകർന്നു കിടക്കുന്ന അവരുടെ വീടും അതിൻ്റെ അവശിഷ്ടങ്ങളും എല്ലാം എടുത്ത് തന്നെ അവർ പുതിയ രീതിയിൽ, അവരുടേതായ രീതിയിൽ, അവർക്ക് പറ്റുന്ന രീതിയിൽ അത് ബിൽഡ് ചെയ്തെടുക്കാനുള്ളൊരു സാഹചര്യത്തിലാണ് അവരിപ്പോൾ. തീർച്ചയായിട്ടും അവർക്കറിയാം, ഇങ്ങനൊരു കല്ലും മണ്ണും വെച്ച് അവരുടെ വീടുണ്ടാക്കുമ്പോഴും അവർക്കറിയാം നാളെ ഒരു പക്ഷേ വീണ്ടും ഒരു ആക്രമണത്തിൽ ആ ഒരു വീടുകൾ തകർന്നേക്കാം. എന്നിരുന്നാലും അവരൊരു പ്രതീക്ഷയോടുകൂടി തന്നെ അവർ ആ വീടുകൾ വയ്ക്കുകയാണ്. നാളെ എന്താകുമെന്ന് അറിയില്ല. തീർച്ചയായിട്ടും ഇത്തരമൊരു യുദ്ധം അവസാനിക്കട്ടെ. അവിടെയുള്ള നിവാസികൾക്ക്, ഗസയിലുള്ള പാവപ്പെട്ട ജനങ്ങൾക്ക് സമാധാനത്തോടെ കഴിയാൻ സാധിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. നമസ്കാരം.